വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു. ദിലീപിനെ സംഘടനയിലേക്ക് തിരിച്ചെടുക്കാനുള്ള നീക്കത്തിന് പിന്നാലെയാണ് തീരുമാനം. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം. ലേബി സജീന്ദ്രൻ, ഫെഫ്കയിൽ നിന്ന് രാജിവെച്ച ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കുന്നത് അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാജി എന്നാണ്. ഫെഫ്കയിൽ നിന്ന് ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരിക്കുകയാണ്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ രാജി ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം. ലേബി സജീന്ദ്രൻ, കേൾക്കാമോ? എന്താണ് ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്നുള്ള പടിയിറക്കത്തെക്കുറിച്ച് പറയുന്നത്? ഈ ദിലീപ് കേസുമായി നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ സ്വീകരിച്ചിരുന്നത് ഭാഗ്യലക്ഷ്മി. ഇന്നലെ കോടതിയിൽ നിന്ന് വിധി വന്നതിന് പിന്നാലെ ഫെഫ്കയിലേക്ക് ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ പടിയിറക്കം. ഈ വളരെ ശക്തമായ നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ സ്വീകരിച്ചിരുന്ന ആളാണ് ഭാഗ്യലക്ഷ്മി. 2008 ഫെഫ്ക രൂപീകരിച്ച കാലം മുതൽ ഇതിന്റെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന ആളാണ്, നേതൃനിരയിലുള്ള ആളാണ്. ഇപ്പോഴും എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിക്കുന്നു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയന്റെ പ്രധാനപ്പെട്ട ആളാണ്. ഈ പദവികളിലൊക്കെ ഇരിക്കുമ്പോഴും വളരെ ശക്തമായ നിലപാടാണ് 2017 മുതൽ ഇങ്ങോട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരുന്നത്. അന്ന് മഞ്ജു വാര്യർക്ക് ഉറച്ച പിന്തുണ നൽകിയ പല സന്ദർഭങ്ങളിലും മഞ്ജു വാര്യർ പൊതുവിടത്തിൽ ആക്രമിക്കപ്പെട്ട സമയത്തെല്ലാം ഒപ്പം തന്നെ ആക്രമിക്കപ്പെട്ട നടിക്ക് ഉറച്ച പിന്തുണ, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എക്കാലവും ഉറച്ചു നിന്ന ആളാണ്. ഇന്നലെ ഇത്തരത്തിലുള്ള കോടതിയിൽ നിന്നുള്ള വിധി പ്രസ്താവം വന്നതിന് പിന്നാലെ ഏറ്റവും ശക്തമായി പ്രതിഷേധിച്ച ആളുമാണ്. WCCയുടെ ഭാഗത്തു നിന്ന് മറ്റെല്ലാവരും, പാർവതി തിരുവോത്ത് ഉൾപ്പെടെയുള്ളവരൊക്കെ പ്രതികരണവുമായി രംഗത്ത് വന്നപ്പോഴും ഏറ്റവും ശക്തമായ ഭാഷയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി രംഗത്ത് വന്നത്. മുൻകൂട്ടിയുള്ള തിരക്കഥയാണ് എന്നുള്ള കടുത്ത ഭാഷയിലുള്ള വിമർശനവുമായി ഭാഗ്യലക്ഷ്മി വന്നു. അതായത് ലേബി സജീന്ദ്രൻ, ഇപ്പോൾ സെഷൻസ് കോടതിയിൽ നിന്ന്, വിചാരണ കോടതിയിൽ നിന്ന് വന്ന വിധിയെ അന്തിമ വിധിയായി, അതായത് അതിജീവിതം മുന്നോട്ട് നിയമ പോരാട്ടം നടത്തുന്നുണ്ടോ എന്നതുപോലും പരിഗണിക്കാതെ കുറ്റവിമുക്തനാക്കി എന്നത് കണ്ടപ്പോൾ തന്നെ തിരിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയതിൽ ഇന്നലെയുള്ള ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള പ്രതികരണങ്ങളാണോ ഭാഗ്യലക്ഷ്മിയെ പ്രകോപിപ്പിച്ചത്? തീർച്ചയായും സുജി, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്നലെ വിധി പ്രസ്താവം കോടതിയിൽ നിന്ന് വന്നതിന് തൊട്ടു പിന്നാലെ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു, മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്, ദിലീപിനെ അറസ്റ്റ് ചെയ്ത സമയത്തു തന്നെ തിരക്കിട്ട് സംഘടനയിൽ നിന്നും പുറത്താക്കിയതാണ് ഫെഫ്ക. അതുകൊണ്ട് ഇപ്പോൾ കുറ്റവിമുക്തനാക്കിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ബാക്കി അംഗങ്ങളോട് ആലോചിച്ചതിന് ശേഷം അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ്. ഏതായാലും ഫെഫ്ക ഈ തരത്തിൽ, അതിനും പിന്നാലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലപാടും ആ തരത്തിൽ തന്നെ വരികയുണ്ടായി. അമ്മയാകട്ടെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയതുമില്ല. ഈ സമയത്താണ് ഫെഫ്കയിലേക്ക് ഇത്തരത്തിൽ പൂർണ്ണമായും, അതായത് കീഴ്ക്കോടതിയിൽ നിന്നുള്ള വിധി പ്രസ്താവമാണ് വന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ സംസ്ഥാനത്തെ നിയമമന്ത്രി കൃത്യമായി തന്നെ പറഞ്ഞു അപ്പീൽ പോകാൻ ഇരിക്കുകയാണ് എന്ന്. സർക്കാർ അപ്പീലിന് ശ്രമിക്കുമ്പോൾ, ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ സുപ്രീം കോടതി വരെ ഈ പോരാട്ടം നീളുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം എന്നല്ലേ കരുതേണ്ടത്? കാരണം സുപ്രീം കോടതി ദിലീപിനെതിരായ ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന ആ ഹർജിയിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് നിരപരാധി എന്ന് പറഞ്ഞാൽ മാത്രമേ അതൊരു അന്തിമ വിധിയായി കണക്കാക്കാൻ സാധിക്കൂ എന്നതാണോ ഭാഗ്യലക്ഷ്മിയുടെ നിലപാട്? സുജയ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഭാഗ്യലക്ഷ്മി കരുതിയിരിക്കുന്നത്. കീഴ്ക്കോടതിയിൽ നിന്നുള്ള വിധിയെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുക, അതിനും മേലെ അവിടെ നിന്നും തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ പിന്നെയും അവസരമുണ്ട്, സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധിക്കും. ഹൈക്കോടതിയിലായാലും അതിന്റെ പല കടമ്പകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ മുന്നിൽ നിൽക്കുമ്പോൾ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഇത്ര തിടുക്കത്തിൽ തിരിച്ചെടുക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാവണം ഭാഗ്യലക്ഷ്മിയെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, എല്ലാ ഘട്ടങ്ങളിലും ആക്രമിക്കപ്പെട്ട നടിയോടൊപ്പം ഉറച്ച പിന്തുണ നൽകി തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു മൊഴിമാറ്റവുമില്ലാതെ, ഒരു നിലപാടുമാറ്റവുമില്ലാതെ ഉറച്ചു നിന്ന ആളാണ് ഭാഗ്യലക്ഷ്മി. അതുകൊണ്ട് തന്നെയാകണം ഇപ്പോൾ ഫെഫ്കയുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ ഇത്ര കടുത്ത തീരുമാനമെടുക്കാൻ ഭാഗ്യലക്ഷ്മി തയ്യാറായിരിക്കുന്നത്. ഒരു സംഘടന കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സംഘടനയും ഇതിന്റെയൊക്കെ ഭാഗമല്ലേ? അപ്പോൾ ഇനി ഒരു സംഘടനയുടെയും, ചലച്ചിത്ര മേഖലയിലെ ഒരു സംഘടനയുടെയും ഭാഗമാകുന്നില്ല എന്നതാണോ ഭാഗ്യലക്ഷ്മി തീരുമാനിച്ചിരിക്കുന്നത്?
സുജി, എനിക്ക് മനസ്സിലാകുന്നു കാര്യം. WCC രൂപീകരിച്ചതിന് ശേഷം ഇങ്ങോട്ട് ചിലരുടെയൊക്കെ നിലപാട് മാറ്റം വന്നു, ചിലർ ഉറച്ച നിലപാടിൽ തുടർന്നു. ആ ഉറച്ച നിലപാടിൽ എല്ലാ കാലവും ഒരുപോലെ തുടർന്ന ഒരു സിനിമാ പ്രവർത്തകയാണ് ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി ഈ സംഭവത്തിന് ശേഷം ഒരേ ഒരു നിലപാട് തന്നെയാണ് നടിക്ക് അനുകൂലമായി, ആക്രമിക്കപ്പെട്ട നടിക്ക് അനുകൂലമായി എടുത്തത്. അതുകൊണ്ട് തന്നെ ഭാഗ്യലക്ഷ്മിയുടെ ഈ സമയത്തെ നിലപാട് നിർണായകം തന്നെയാണ്. കാരണം ഫെഫ്കയുടെ പ്രവർത്തനം മാത്രമാണോ അതോ വേറെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ട ഈ തരത്തിൽ ഇനി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഭാഗ്യലക്ഷ്മി തയ്യാറാകുമോ എന്നുള്ള കാര്യമൊക്കെ തീർച്ചയായും വരും നിമിഷങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. അതായത് ലേബി സജീന്ദ്രൻ, ഈ സംഘടനകളിൽ അംഗങ്ങളായ ആളുകൾക്കാണല്ലോ കൂടുതൽ സിനിമകളിൽ സഹകരിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഡബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ തന്റേതായ ഒരു ഇടം അടയാളപ്പെടുത്തിയ ആളുകൂടിയാണല്ലോ ഭാഗ്യലക്ഷ്മി. അപ്പോൾ അവർക്ക് അവരുടെ കരിയറിനേക്കാൾ അവർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വേണ്ടേ കരുതാം.